ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വ്ളോഗുമായിട്ടാണ്. ഇന്ന് നമ്മൾ ഓണാഘോഷിക്കുന്നത് എവിടെയാണെന്നറിയാവോ? കലയപുരം ആശ്രയയിലായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഓണാഘോഷം. കോളേജിൽ നിന്ന് NSSൻ്റെ ഭാഗമായിട്ട് കലയപുരത്തുള്ള ഒരു ആശ്രയയിലോട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കാൻ പോയത്. അപ്പോൾ കോളേജിൽ നിന്ന് കോളേജ് ബസ്സിലായിരുന്നു എല്ലാവരും അവിടെയൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയൊക്കെ നനഞ്ഞ് എല്ലാവരും പുറത്ത് നിൽക്കുകയാണ്. വ്ളോഗ് എടുക്കുമ്പോൾ ഓടിപ്പോകുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും വ്ളോഗിനോട് ഒരു താല്പര്യമില്ല. അപ്പോൾ എല്ലാവരും ഞാൻ വീഡിയോ ഓണാക്കുന്ന കാണുമ്പോഴേ വ്ളോഗാണെന്ന് പറഞ്ഞ് ഒളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് താഴോട്ട് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും നടന്ന് ആശ്രയയിലോട്ട് പോവുകയാണ്. യൂട്യൂബിൽ എല്ലാവരും ഉണ്ട്. ഗാഥ ഇഴഞ്ഞു വന്ന വീഡിയോ എടുക്കും. ഗൈസ്, ഒരു പെൺകുട്ടി ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് കണ്ടാൽ നിങ്ങൾ അങ്ങനെ നമ്മൾ ആശ്രയയിൽ എത്തിയിട്ടുണ്ട്. വളരെ വലിയൊരു കെട്ടിടമാണ്. അവിടുന്ന് കുറച്ച് അകത്തോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. ഹലോ ഗൈസ്, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളെവിടെ വന്നിരിക്കുന്നത്? പറയൂ ഷെബിന. നമ്മളെവിടെ വന്നു? കലയപുരം. ഇത് അവിടുത്തെ ആശ്രയ ശിശുഭവൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിടമാണ്. ഇവിടെ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക. സോ നമ്മൾ അതിൻ്റെ അവിടെ എല്ലാവരും കൂടി ഇരുന്നു. വന്ന ഗസ്റ്റൊക്കെ എല്ലാവരും ചുക്ക് കാപ്പിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവിടാണ്. അപ്പം നമ്മളിന്നിവിടെ ഓണാഘോഷിക്കാനാണ്. നമ്മുടെ കൂടെ എല്ലാവരും വരി വരിയായിട്ടാണ് അകത്തേക്ക് പോവുക. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും ആദ്യം ക്യൂ ആയിട്ട് നിൽക്കുക. നമ്മുടെ ഒരു ഗൈഡ് അവിടുത്തെ ചേച്ചിയായിരുന്നു. അപ്പോൾ ആ ചേച്ചി നമുക്ക് ഓരോ ബ്ലോക്കിൻ്റെയും വിശദീകരണങ്ങൾ നൽകിയിട്ട് ഓരോ ബ്ലോക്കിലേക്കും നമ്മളെല്ലാവരെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ മേൽവാർഡിലേക്കായിരുന്നു പോയിരുന്നത്. എത്രയോ നല്ല നല്ല മനുഷ്യരെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇവരൊക്കെ ആരും ഉപേക്ഷിച്ചു എന്നറിയുമ്പോഴാണ് ആ ഒരു വിഷമം നമുക്ക് അനുഭവപ്പെടുക. നമ്മളെയൊക്കെ കാണുമ്പോൾ അവരുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അവിടെ നിന്ന് നമ്മൾ പിന്നെ ഫീമെയിൽ വാർഡിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ആയിട്ട് നമ്മൾ അവിടുത്തെ മെയിൻ ഹാളിലായിരുന്നു പിന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആർഭാടമായിട്ടൊക്കെ ഓണം ആഘോഷിക്കുന്ന സമയത്ത് കുറച്ച് സമയം നമ്മൾ ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യണം. അവർക്കും ഒരു സന്തോഷമാവും, നമുക്കും അതൊരു സന്തോഷമാവും. ഇവിടെ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. നമുക്ക് എല്ലാവരും ഉണ്ട്, നമ്മൾ ഒരുപാട് ലക്കിയാണ്. നമ്മുടെ വീട്ടിൽ ആർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഇങ്ങനൊരു അവസ്ഥ വരാത്ത രീതിയിൽ നമ്മൾ നോക്കണം. ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്നുമല്ല, ഈ പ്രസ്ഥാനത്തെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുവാനും ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മുടെ കോളേജിലെ കുറച്ച് വളണ്ടിയേഴ്സ് എല്ലാവരും കൂടി കുറച്ച് ഡാൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ ഡാൻസ് കളിക്കാനായിട്ട് നമ്മുടെ വളണ്ടിയേഴ്സിനെ ക്ഷണിക്കുന്നു. പിന്നെ നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ് തന്നെ NSSൻ്റെ വോളണ്ടിയേഴ്സ് തന്നെ കുറേ ഡാൻസും പാട്ടും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അവരുടെയൊക്കെ ഡാൻസും കുറേ പരിപാടികളും ഒക്കെ നമ്മളവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ വന്നത് തന്നെ അവിടെയുള്ളവർക്കൊരു സന്തോഷം നൽകുക, അവരുടെ ഒപ്പം ഓണം ആഘോഷിക്കുക എന്നൊരു ഇതോടുകൂടെയാണ്. സോ ആ ഒരു ഇതിലാണ് നമ്മൾ അവിടെ നിന്നത്.
വലുതായിട്ട് പ്രോഗ്രാംസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളരെ ചെറുതായിട്ട് മാത്രമേ എല്ലാ ക്ലിപ്പും ഒന്ന് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബലൂൺ പൊട്ടിക്കൽ മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അവരെ ഒന്ന് ഹാപ്പി ആക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ്. എങ്കിലും നമ്മൾ ഒരുപാട് ഗെയിംസ് പ്ലാൻ ചെയ്തുകൊണ്ട് വന്നെങ്കിലും അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. ജസ്റ്റ് ഒരു ഗെയിമോട് കൂടി നമുക്ക് നിർത്തേണ്ടി വന്നു. അതിനുള്ള സമയം നമുക്കുള്ളായിരുന്നുള്ളൂ. നമ്മൾ വേറെയും കുറച്ച് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ടൈം കുറച്ച് പിന്നെ അന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു. കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു. ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോഴത്തേക്കും സമയം ഒരു 2 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. തിരിച്ചു വന്ന സമയത്ത് നമ്മൾ വണ്ടിയിൽ കുറച്ച് നേരം അന്താക്ഷരിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ ബൈ.